ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വിഷുവിന് ഒരു ഉണ്ണിയപ്പം സ്പെഷ്യൽ ചുട്ടാലോ. അതിന് വേണ്ടി ഞാനിതാ ഇവിടെ കൂട്ടെല്ലാം കൂട്ടി റെഡിയാക്കിയിട്ടുണ്ട്. വെല്ലം എടുത്ത് കുറച്ച് അരിപ്പൊടി എടുത്ത് ഏലക്കായപ്പൊടി ഇട്ട് കൊട്ടത്തേങ്ങ ഉണ്ടല്ലോ, കൊപ്പര നെയ്യിൽ വറുത്ത് അതിട്ട് കുറച്ച് എള്ളിട്ട് എല്ലാം ഇട്ട് റെഡിയാക്കി ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചുട്ടെടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കാരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. അടിയിൽ നെയ്യ് ഒഴിച്ചു, ഇനി കുറച്ച് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറേശ്ശെ കൂട്ടൊഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കായട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒഴിക്കുന്നുണ്ട് കുറേശ്ശെ, ഒരുപാട് കൂട്ടൊന്നും ഒഴിക്കുന്നില്ല, കുറേശ്ശെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതവിടുന്ന് അങ്ങനെ ആവട്ടെ. ആയിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് മറിച്ചിടുന്നുണ്ട്. ഹലോ ഗൈസ്, 2 പഴം ചേർത്ത് പറയാൻ മറന്നു കേട്ടോ. ചെറിയ പഴം, മൈസൂർ പഴം ചേർത്തിട്ടുണ്ടായിന്. അത് എൻ്റെ ഓർമ്മക്കുറവ് കൊണ്ട് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. പഴവും കൂടി ചേർത്തിട്ടുണ്ടാക്കുന്നതാണ്. പഴവും ചേർത്തിട്ടുണ്ട്, മറ്റല്ലാണ്ട് അപ്പം ശരിയാവില്ലല്ലോ നമുക്ക്. അപ്പോൾ ഇവരെ മറിച്ചാടിയിടട്ടെ ഞാൻ, എനിക്ക് അവിടെ നിന്ന് വേവട്ടവർ. എന്നിട്ട് നമുക്ക് വാങ്ങാം. വേറെ അപ്പക്കാരും അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ലേ. അപ്പോൾ വാങ്ങുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇനി അടുത്ത് കൊടുക്കട്ടെ. തീ കുറച്ച് വെക്കാം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോയാലോ ഗൈസ്. കുറച്ചല്ലേ ചൂട് വേണ്ടു. ഇനി അപ്പോൾ ഇനി ഞാനെല്ലാം ചുട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതല്ലേ നല്ലേ. മറ്റോരോന്നോരോന്ന് ചുടുന്നതിനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടിക്കണ്ട ഗൈസ്. അപ്പോൾ അതുകൊണ്ട് അതാണല്ലേ. ഇതാണ് എൻ്റെ കൂട്ട്. കണ്ടിനല്ല, പഴവും കൂടി ചേർക്കുന്നു. അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അങ്ങനെ ആകട്ടെ. നല്ല കാറ്റെല്ലാം വരുന്നുണ്ട്. മഴ വരുന്നുണ്ടോ എന്നറിയില്ല ഗൈസ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇന്നലെയും ഉണ്ടേന് ഇതേപോലെ, പക്ഷേ മഴയൊന്നും പെയ്തില്ല. എന്നൊരു കുറിവാനം കണ്ടു നാഥൻ വരുമോ സാഗരങ്ങളെ രാജഹംസമേ മഴവിൽ കൊടിയിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്ക് ചൊല്ലുമോ. അപ്പോൾ ഗൈസ് ഏകദേശം തീരാനായിപ്പോയി.
എൻ്റെ അപ്പം ചുട്ടിട്ട്. അപ്പോൾ ഇതാ ഗൈസ്, ആ അരിക്കൂട്ട് കൊണ്ട് ഇത്രയും അപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിനോ ഗൈസ്? കുറച്ച് മാത്രം നമുക്ക് കണി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. 2 ചെറിയ പഴമാണ് ചേർത്തത്, മൈസൂർ പഴം. അത്രയും ചേർത്തിട്ടാണ് ഞാൻ ഇത്രയും അപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.